ഓക്കെ, നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ മാത്രം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നോക്കാം. എ വെഹിക്കിൾ ട്രാവൽസ് ഹാഫ് ദ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് വി ആൻഡ് ദ റിമൈനിങ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ഈസ് കവേർഡ് വിത്ത് എ സ്പീഡ് 2v. അതിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ പാർട്സ്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് v1 ആൻഡ് സെക്കൻഡ് ഹാഫ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് v2. അപ്പോൾ ഇതിനകത്ത് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഹാർമോണിക് മീൻ എന്നാ പറയുക. അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ്. ഓക്കെ, അതായത് രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ടോട്ടൽ ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്താൽ, അപ്പോൾ അവിടുന്ന് ആവറേജ് സ്പീഡ് നമുക്ക് ഇങ്ങനെ കിട്ടും 2v1 v2 by v1 plus v2. അതിൽ v1 ഈക്വൽ ടു v ആണ്, v2 ഈക്വൽ ടു 2v ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2v ഡിവൈഡ് ബൈ v പ്ലസ് 2v പറഞ്ഞു കഴിഞ്ഞാൽ 4v/3 കിട്ടും. ഇതാണ് ആൻസർ. ഇനി ടോട്ടൽ ഡിസ്റ്റൻസിനെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതേ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3/v ആവറേജ് ഈക്വൽ ടു 1/v1 പ്ലസ് 1/v2 പ്ലസ് 1/v3. ഓക്കെ, ഇനി നമുക്ക് ഇത് പലതവണ സിമിലർ ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ പോസിറ്റീവ് ആക്സലറേഷൻ. പോസിറ്റീവ് ആക്സലറേഷൻ പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടുകയാണ് പറഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കൂടണം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ടാൻ തീറ്റ കൂടണമെങ്കിൽ തീറ്റ കൂടണം. ഓക്കെ, അപ്പോൾ തീറ്റ കൂടുന്ന ഗ്രാഫാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ സ്ട്രെയിറ്റ് ലൈനാണ്, അതായത് എക്സ് ആക്സുമായിട്ടുള്ള ആംഗിൾ ഫിക്സ്ഡ് ആണ്, കോൺസ്റ്റന്റ് അതല്ല. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നോക്കൂ, എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കൂടി വരികയല്ലേ ചെയ്യുന്നത്? കൂടി വരികയാണ്. അപ്പോൾ ഇതാണ് ആൻസർ വരിക. ഓക്കെ, ഇവിടെയാണെങ്കിൽ എക്സ് ആക്സുമായിട്ടുള്ള ഉണ്ടാക്കുന്ന ആംഗിൾ കുറഞ്ഞ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ബിക്കംസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്. പറഞ്ഞാൽ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആവും ഫൈനലി. ഓക്കെ, അപ്പോൾ ഇതല്ല. ആൻഡ് ഹിയർ ഓൾസോ ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, സോ ഇറ്റ് മേക്സ് എ ഫിക്സ്ഡ് ആംഗിൾ വിത്ത് ദ എക്സ് ആക്സിസ്. അപ്പോൾ ഇതുമല്ല, ഇതാണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. The displacement time graph of two moving particles make angles 30 degree and 45 degree with the x-axis as shown the ratio of their respective velocity. നമ്മൾ ഇപ്പം ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ഗ്രാഫിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ ഉണ്ടാവുക. ഒന്ന്, വാട്ട് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റഡ് ബൈ ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. വാട്ട് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റഡ് ബൈ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. അതിൽ നമുക്ക് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് എക്സ് ആക്സിസ്. ഇവിടെ വൈ ആക്സിസിൽ പൊസിഷനാണ്, എക്സ് ആക്സിസിൽ ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും? സ്ലോപ്പ് കണ്ടാൽ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് വൈ ആക്സിസ് പറഞ്ഞാൽ പൊസിഷനാണ്, ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് എക്സ് ആക്സിസ് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമാണ്. അപ്പോൾ അതെന്താ? ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. അത് വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി പറഞ്ഞാൽ സ്ലോപ്പാണ്, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ഇവിടെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ് പറഞ്ഞാൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിന് മാത്രമേ കോൺസ്റ്റന്റ് സ്ലോപ്പ് ഉള്ളൂ. സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ് പറഞ്ഞാൽ ആ ലൈനിൽ എല്ലായിടത്തും ഒരേ സ്ലോപ്പാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലോപ്പ് റെപ്രസെൻറ്റ്സ് വെലോസിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് velocity of the first particle by velocity of the second particle. Velocity of the first particle പറഞ്ഞാൽ tan 30 ആണ്. Velocity of the second particle പറഞ്ഞാൽ tan 45 ആണ്. tan 30 1/√3 ആണ്, tan 45 പറഞ്ഞാൽ 1 ആണ്. So it will be 1 divided by √3 or 1:√3 പറയാം. Okay, ഇനി നമുക്ക് we have another beautiful example. ഇവിടെ എന്താണെന്നറിയോ? പ്രീതി reached the metro station and found that the escalator was not working. She walked up the stationary escalator in time t1. On the other days, if she remains stationary on the moving escalator, then the escalator takes her up in time t2. The time taken by her to walk up on the moving escalator will be. അതിൽ പ്രീതിയുടെ വെലോസിറ്റി v with a suffix p. ഈ എസ്കലേറ്ററിലൂടെ പോകേണ്ട ഹൈറ്റ് h ആണ് വിചാരിച്ചു. അതിന് വെൻ ഹി വാക്സ് അപ്പ് എ സ്റ്റാൾഡ് എസ്കലേറ്റർ, നിർത്തിയിട്ട് എസ്കലേറ്ററിൽ ആ കുട്ടി നടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രീതി നടന്നു പോവുകയാണെങ്കിൽ എടുക്കുന്ന സമയം t1 വിചാരിച്ചു. അപ്പോൾ പ്രീതിയുടെ വെലോസിറ്റി h/t1 പറയാം.
And if she stands on the moving escalator, എന്ന് പറഞ്ഞാൽ അപ്പോൾ എസ്കലേറ്ററിൻ്റെ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോഴെന്താ v with suffix e, this is equal to h by t2, where t2 is the time taken by the escalator to carry her from bottom to the top, right? പിന്നെ when he walks up a moving escalator, she will be having the velocity due to her own power as well as the velocity due to the escalator. രണ്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ത് പറയാം? വി പി പ്ലസ് വി ഇ പറയാം. ഓക്കെ, അതിൽ ആ വി പിയും വിയും നമ്മളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇവിടുന്ന് നമുക്കെന്താ വി പി പ്ലസ് വി അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എച്ച് ബൈ ടി വരും. അപ്പോൾ എച്ച് ബൈ ടി ഈക്വൾ വി പി പ്ലസ് വി ഇ. ഓക്കെ, അതിൽ ഈ എച്ച് ബൈ ടി ഞാൻ അതേപോലെ ഇവിടെ എഴുതി. ഓക്കെ, വി പി ഐ ക്യാൻ റീപ്ലേസ് ബൈ എച്ച് ബൈ ടി വൺ, വി ഈസ് എച്ച് ബൈ ടി ടു. ഓക്കെ, എച്ച് ഇതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ വരിക? 1 by t equal to 1 by t1 plus 1 by t2 and t equal to t1 t2 divided by t1 plus t2 വരും. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2 cars P and Q start from a point at the same time in a straight line and their positions are represented by xp of t തന്നിട്ടുണ്ട്, xq of t യും തന്നിട്ടുണ്ട്. at what time do the cars have the same velocity? അപ്പോൾ പി എന്നുള്ള കാറിൻ്റെ വെലോസിറ്റി കിട്ടാൻ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എ ടി പ്ലസ് ബി ടി സ്ക്വയർ, എ ടിയുടെ ഡിഫറൻഷ്യൽ എന്താ? എ മാത്രം വരും. ബി ടി സ്ക്വയറിൻ്റെ എന്താ? ബി പുറത്തെടുത്തിട്ട് ടി സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 2t ആണ്. അപ്പോൾ 2bt വരും, അതായത് എ പ്ലസ് 2bt. ഓക്കെ, രണ്ടാമത്തെ ക്യൂവിൻ്റെ വെലോസിറ്റി പറഞ്ഞാൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എഫ് ടിയുടെ ഡിഫറൻഷ്യൽ എഫ് തന്നെ, അത് ഞാനിത് ഇവിടെ എഴുതി, എഫ് എഴുതി. ഓക്കെ, പിന്നെ മൈനസ് ടി സ്ക്വയറിൻ്റെ എന്താ? -2t വരും. ഓക്കെ, -2t എഴുതി. ഇത് പിയുടെ വെലോസിറ്റി, ഇത് ക്യൂവിൻ്റെ വെലോസിറ്റി, അത് രണ്ടും ഈക്വൽ ആവുന്ന സമയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആ എ ഇങ്ങോട്ട് കൊണ്ടുവരിക, -2t അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ ഓൾറെഡി 2bt ഉണ്ട്, -2t വരുമ്പോൾ +2t, അപ്പോൾ 2bt + 2t ഈക്വൽ ടു എഫ് മൈനസ് എ വരും. അതിൽ 2 കോമൺ ഫാക്ടർ പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 × b + 1 ഇൻറ്റു ടി ഈക്വൾ ടു എഫ് മൈനസ് സി. അപ്പോൾ അവിടുന്ന് ടി എന്താ വരിക? എഫ് മൈനസ് എ ഡിവൈഡ് ബൈ 2 × b + 1 വരും. എഫ് മൈനസ് എ ഡിവൈഡ് ബൈ 2 × 1 + b. ഇതാണ് ആൻസർ. ഓക്കെ, ഇവിടെ നോക്കൂ. നീ അടുത്തത് എന്താണെന്ന് അറിയാം? കാർ മൂവ്സ് ഫ്രം എക്സ് ടു വൈ വിത്ത് എ യൂണിഫോം സ്പീഡ് വി യു. ഓക്കെ, ആൻഡ് റിട്ടേൺസ് ടു എക്സ് വിത്ത് യൂണിഫോം സ്പീഡ് വി ഡി. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോയ സ്പീഡ് വി യു, തിരിച്ചു വരുന്ന സ്പീഡ് വി ഡി. അപ്പോൾ ആകെ കവർ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ അങ്ങോട്ടുള്ള അതേ ഡിസ്റ്റൻസ് ആണല്ലോ ഇങ്ങോട്ടും ഉണ്ടാവുക. അപ്പോൾ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് അറ്റ് വി യു ആൻഡ് റിമൈനിങ് ഹാഫ് അറ്റ് വി ഡി, അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 2v1 v2 by v1 + v2 ആണ്. v1ന് പകരം vi ആണ് അപ്പ് എന്നുള്ളതും v2ന് പകരം vd ആണ് ഡൗൺ എന്നുള്ളതും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2vd vu ഡിവൈഡഡ് ബൈ vd + vu, ആ തന്നിരിക്കുന്നതിൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, നമുക്കറിയാമത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് എ കാർ അറ്റ് റെസ്റ്റ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ആക്സിലറേറ്റ്സ് യൂണിഫോംലി ടു എ സ്പീഡ് 144 km/h, ഫൈനൽ വെലോസിറ്റി 144 km/h. അതിന് m/s ആക്കാൻ ഇൻറ്റു 5/18 ചെയ്യണം. സോ ഇൻറ്റു 5/18 പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ദാറ്റ് വിൽ ബി 40 m/s. 18 km/h പറഞ്ഞാൽ 5 m/s. 36 km/h പറഞ്ഞു കഴിഞ്ഞാൽ 10 m/s. 72 km/h പറഞ്ഞു കഴിഞ്ഞാൽ 20 m/s. 54 km/h പറഞ്ഞാൽ 15 m/s. 54 km/h 15 m/s. അപ്പോൾ സാധാരണ നിങ്ങൾ റെഗുലറായിട്ട് പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ അവിടുന്ന് ചെയ്ത് നോക്കാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും. 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 m/s ആണ്. 144 km/h പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ ആണ്, അതായത് 40 m/s വരും. ഇനി അല്ലെങ്കിൽ ഈ 18 144 8 തവണ പോകും. 8 × 5 പറഞ്ഞാൽ 40. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വിശേഷം എന്താണെന്നറിയോ? ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം വിൽ ഗിവ് യു ദ ഡിസ്പ്ലേസ്മെൻറ്റ് അൺകണ്ടീഷണലി. അതിന് കണ്ടീഷനൊന്നുമില്ല, എപ്പോഴും ശരിയാ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. പക്ഷേ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2. ദാറ്റ് ഈസ് വാലിഡ് ഓൺലി വെൻ ദ ആക്സലറേഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. ആക്സലറേഷൻ പോസിറ്റീവ് ആകാൻ നെഗറ്റീവ് ആവാൻ കോൺസ്റ്റൻ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തായാലും ആക്സലറേഷൻ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി പറഞ്ഞാൽ u + v/2 ചെയ്താൽ മതി, ഇൻറ്റു ടൈം ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി 40 ആണ്, പിന്നെന്താ ടൈം 20 സെക്കൻഡ്സാണ്. അപ്പോൾ 0 + 40/2 എത്ര വരും? 20 ഇൻറ്റു 20 എത്ര വരും? 400
മീറ്റർ എന്ന് വരും. അതായത് ഈ സാധനമാണ് ആൻസർ. ഓക്കെ, പിന്നെ അടുത്തത് ബസ് ട്രാവലിംഗ് ഫസ്റ്റ് 1/3 ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് 10, നെക്സ്റ്റ് 1/3 at 20 ആൻഡ് ലാസ്റ്റ് 1/3 at 60. ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഹാർമോണിക് മീൻ ആണ്. ഇതാണ് ഫോർമുല. 3/V average equal to 1/V1 plus 1/V2 plus 1/V3 when the distance is divided into 3 equal parts. അപ്പോൾ ഇവിടെ 1/10 plus 1/20 plus 1/60 LCM എന്താ 60 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 6 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 3 വരും. 6 plus 3 9 plus 1 എത്രയാ? 10 വരും. അപ്പോൾ 10/60 എന്ന് വരും. അതായത് 1/6 എന്ന് വരും. എന്ത്? 3/V average equal to 1/6. അപ്പോൾ V average equal to എന്താ വരിക? 3 into 6. ഇത് കിലോമീറ്റർ പെർ അവറിലാണ്. 3 into 6 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇറ്റ് ഈസ് 18 കിലോമീറ്റർ പെർ അവർ വരും. ഓക്കെ, ഇനി നോക്കൂ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർ മൂവ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ. ഇറ്റ് കവേഴ്സ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് അറ്റ് സ്പീഡ് 40 ആൻഡ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് അറ്റ് സ്പീഡ് V. എത്രയെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ദ ആവറേജ് സ്പീഡ് ഈസ് 48 കിലോമീറ്റർ. അപ്പോൾ 2/V average equal to 1/V1 plus 1/V2. V average is given as 48 and first half is covered at 40, second half is covered with a constant speed V. അതാണ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, അപ്പോൾ അവിടുന്ന് 1/V equal to 2/48 minus 1/40 വരും. ഈ 2/48ന് 1/24 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1/24 minus 1/40 ഇതിൻ്റെ LCM എത്രയാ? 120 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് 5/120, ഇതിന് 3/120 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എത്രയാ? 2/120 വരും. അപ്പോൾ 1/V equal to 2/120 പറഞ്ഞാൽ 1/60. അപ്പോൾ V equal to 60 കിലോമീറ്റർ പെർ അവർ വരും. 60 കിലോമീറ്റർ പെർ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫ് അറ്റ് 40, സെക്കൻഡ് ഹാഫ് അറ്റ് 60 എന്നാണ് കിട്ടിയത് നമുക്ക്. അപ്പോൾ ആവറേജ് എത്രയാ? അപ്പോൾ ആവറേജ് 48 ആണ്. ഇനി അത് അടുത്ത് എന്താണെന്ന്, ഇത് വളരെ പോപ്പുലർ ക്വസ്റ്റ്യനാണ്. പണ്ട് IITക്ക് ചോദിച്ചതാ. ഓക്കെ, അപ്പോൾ ഈ പോപ്പുലർ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഫസ്റ്റ് ഹാഫ് അറ്റ് 40 ആൻഡ് സെക്കൻഡ് ഹാഫ് അറ്റ് 60. ആവറേജ് സ്പീഡ് എത്രയാ? ഈ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചതാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ ഫോർമുലക്കകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 48 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു റീസെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മീൻസ് ഇപ്പോൾ എ ബുള്ളറ്റ് ഫ്രം എ ഗൺ ഈസ് ഫയർഡ് on a rectangular wooden block with velocity u. The bullet travels 24 centimeter through the block along its length horizontally. Velocity of bullet becomes u/3. Then it further penetrates into the block in the same direction before coming to rest exactly at the other end of the block. The total length of the block is. ഒരു ഫിക്സ്ഡ് വുഡൻ ബ്ലോക്കിൻ്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങി മറ്റേ അറ്റത്ത് പോകുമ്പോൾ കറക്റ്റ് റെസ്റ്റിലാവും. ഓക്കെ, അതിൽ 1/3 ആവുമ്പോൾ 24 സെൻറ്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ when a body starts from rest and moves with constant acceleration, അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേഷ്യോ 1:3:5:7 അങ്ങനെ പോകും. when a body starts from rest and moves with constant acceleration. അപ്പോൾ ഈക്വൽ ടൈമിൽ ഇപ്പോൾ ടി ടൈം ഈക്വൽ ഇൻ്റർവെൽ എത്രയാവാം? ഈക്വൽ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് 1:3:5:7. സെയിം തിങ് can be used in the reverse order when a body comes to rest with uniform deceleration. അതായത് 3 ഇൻ്റർവൽ ആണെങ്കിൽ 5:3:1. ഓക്കെ, 4 ഇൻ്റർവൽ ആണെങ്കിൽ 7:5:3:1 അങ്ങനെ വരും. ഓക്കെ, ഇവിടെ ഇപ്പം എന്താണെന്നറിയോ? നോക്കൂ, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് 24 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ വെലോസിറ്റി 1/3 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇനി ഒരു 1/3 ആണ് ലൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് എത്ര 1/3 നഷ്ടപ്പെട്ടിട്ടുണ്ട്? 2 1/3 നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ലൂസ് ചെയ്യാനുള്ള 1/3 വേണ്ട ടൈം T ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ 2 ഇൻ്റർവൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദർ ആർ 3 ഇൻ്റർവൽസ്. ഓക്കെ, ഈ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ ഇൻ ദ ഫസ്റ്റ് ഇൻ്റർവൽ ഇറ്റ് ലൂസസ് 1/3 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, ഇത് T, അവിടെ എന്താ 1/3 ലൂസ് ചെയ്തു. എന്താ? ഇറ്റ്സ് വെലോസിറ്റി ബിക്കംസ് 2u/3. അടുത്ത അതേ ഇൻ്റർവെല്ലിൽ ഒരു 1/3 കൂടെ നഷ്ടപ്പെട്ട് വെലോസിറ്റി u/3 ആവും. ഓക്കെ, ഇനി അടുത്ത അതേപോലെ ഒരു ഇൻ്റർവെല്ലിൽ എന്താ 1/3 കൂടെ നഷ്ടപ്പെട്ടിട്ട് വെലോസിറ്റി എന്താവും? വെലോസിറ്റി 0 ആവും. ഓക്കെ, റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്താ? 0 വെലോസിറ്റിയുടെ ആ എൻഡിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ 1:3:5 പറയാം. അതായത് ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ 1:3:5 ഫ്രം ദ 0 വെലോസിറ്റി എൻഡ്സ്. അതിൽ നോക്കൂ, 5 + 3 8 പാർട്ടാണ് 24. അപ്പോൾ ഒരു പാർട്ട് എത്രയാണ്? 24/8, അതായത് 3. ആ ഒരു പാർട്ടാണ് ഇത്.
ഓക്കെ, അപ്പോൾ മൊത്തം ബ്ലോക്കിൻ്റെ തിക്നെസ് എത്രയാ ചോദിച്ചാൽ 24 + 3, അതായത് നമുക്ക് 27 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്മോൾ ബ്ലോക്ക് സ്ലൈഡ്സ് ഡൗൺ എ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് അറ്റ് ടൈം t = 0. അപ്പോൾ when it slides down a smooth inclined plane, it moves with a constant acceleration starting from rest. Okay, അപ്പോൾ let Sn be the distance traveled by the block in the interval t = n-1 to t = n എന്ന് പറഞ്ഞാൽ അതാ nth സെക്കൻഡ്, t = n-1 എന്ന് പറഞ്ഞാൽ n-1 സെക്കൻഡ്സ് കഴിഞ്ഞു. അടുത്തത് എന്താ? nth സെക്കൻഡാ. അപ്പോൾ ആ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് s വിത്ത് സഫിക്സ് n. അപ്പോൾ s വിത്ത് സഫിക്സ് n+1 പറഞ്ഞു കഴിഞ്ഞാലോ n+1th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, വെൻ എ ബോഡി starts with an initial velocity u and moves with a constant acceleration. u വെലോസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുമ്പോൾ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഇതാണ്. അതിൽ u 0 ആണെങ്കിൽ ദിസ് വിൽ ബി ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. അപ്പോൾ n+1th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ n-ന് പകരം നിങ്ങൾ n+1 കൊടുക്കണം. അതായത് 2 × n+1 -1 വരും. അതായത് 2 × n+1 -1, അതായത് 2n + 2 -1, അതായത് 2 × n+1 വരും. അതായത് a/2 × 2n+1. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഇൻ n+1 പറഞ്ഞാൽ നോക്കൂ, ഈ ഇതും ഇതുകൂടെ ഡിവൈഡ് ചെയ്യണം. a/2 കട്ടായി പോകും. ബാക്കി എന്താ വരിക? 2n - 1 ഡിവൈഡഡ് ബൈ 2n+1 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ വരിക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താ? ഇഫ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് v = at + bt², where a and b are constants, then the distance traveled by it in between 1 second and 2 seconds is. അപ്പോൾ വെലോസിറ്റി v = എന്താ? ds/dt ആ. അത് തന്നിട്ടുണ്ട് at + bt². അപ്പോൾ s എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ds പറഞ്ഞാൽ എന്താ? at + bt² dt വരും. ഓക്കെ, അപ്പോൾ ഇത് at + bt² dt. അതിൽ a കോൺസ്റ്റന്റ് ആണ്, ടിയുടെ ഇൻ്റഗ്രൽ എന്താ വരിക? t²/2 അത് എഴുതി. b കോൺസ്റ്റന്റ് ആണ്, t²ന്റെ ഇൻ്റഗ്രൽ എന്താ വരിക? t³/3. ടു ബി ഇവാലുവേറ്റഡ് ഫ്രം 1 to 2. 1-നെ നമ്മൾ ലോവർ ലിമിറ്റ് എന്ന് പറയും, 2-നെ നമ്മൾ അപ്പർ ലിമിറ്റ് പറയും. വേരിയബിളിന് പകരം ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, എന്നിട്ട് കിട്ടുന്ന വാല്യൂവിൽ നിന്ന് ലോവർ ലിമിറ്റ് കൊടുത്താൽ കിട്ടുന്ന വാല്യൂ സബ്ട്രാക്ട് ചെയ്യണം എന്നാ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ എന്താ വരിക? a/2 ഇൻറ്റു പിന്നെന്താ 2² - 1². ഓക്കെ, അതായത് ഇത് a/2 ഇൻറ്റു 2² - 1² പ്ലസ് b/3 ഇൻറ്റു 2³ - 1³. 2² പറഞ്ഞാൽ 4 - 1 എത്രയാ? 3. അപ്പോൾ 3a/2. 2³ പറഞ്ഞാൽ 8 - 1 എത്രയാ? 7. 7b/3. അപ്പോൾ 3/2a 7/3b. 3/2a പിന്നെന്താ പ്ലസ് 7/3b എന്നാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ ഒരു പ്ലസ് വേണ്ടതാണ് അല്ലേ? അപ്പോൾ 7/2a പ്ലസ് എന്താ 3/2b വരും. ഓക്കെ, സോ ദിസ് വിൽ ബി ദ കറക്റ്റ് ചോയ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താണെന്നറിയോ? എ പാർട്ടിക്കിൾ ഓഫ് എ യൂണിറ്റ് മാസ് അണ്ടർഗോസ് വൺ ഡയമെൻഷണൽ മോഷൻ സച്ച് ദാറ്റ് ഇറ്റ്സ് വെലോസിറ്റി വേരീസ് അക്കോർഡിംഗ് ടു v = bx⁻²n. എല്ലാം പ്രീവിയസാണ്. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, അതായത് ഒരേപോലെയുള്ളത് പലതവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ടാവും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ്റെ ഒരു ഫോർമുല ഇതാണ് കേട്ടോ. ആക്സിലറേഷൻ = v × dv/dx. v × dv/dx. v നമുക്ക് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി dv/dx കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ആ dv/dx കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dv/dx = b കോൺസ്റ്റൻ്റ് ആണ്. x⁻²n ഡിഫറൻഷ്യൽ -2n x⁻²n - 1. അപ്പോൾ -2n, b പിന്നെ കോൺസ്റ്റന്റ് ഉണ്ട്, x⁻²n - 1. ഇപ്പൊ നമുക്ക് dv/dx v ഉണ്ട്, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കോഎഫിഷ്യന്റ് എന്താ വരിക? -2bn × b. അപ്പോൾ -2b²n -2nb². കുഴപ്പമില്ലല്ലോ, -2nb². ഓക്കെ, പിന്നെ ഇനി എക്സിന്റെ പവറാണ്. ഇവിടെ -2n⁻⁻1, ഇവിടെ x⁻²n. അത് ആഡ് ചെയ്യണം അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവർ ആഡ് ചെയ്യണം. അപ്പം -4n - 1 വരും. -4n - 1. അപ്പം -2nb² x⁻4n - 1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ചോയ്സ്.
See, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ പാർട്ടിക്കിൾ ഹാസ് an initial velocity 2i plus 3j and acceleration 0.3i plus 0.2j. Magnitude of velocity after 10 seconds will be. ഇവിടെ നമുക്ക് എന്താ പറയുക, സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ v equal to u plus at അപ്ലൈ ചെയ്യാം. ഓക്കെ, v equal to u plus at. u ഈസ് ഗിവൺ ആസ് എന്താ 2i plus 3j. ആക്സലേഷൻ എന്താ 0.3i plus 0.2j ഇൻറ്റു ടൈം എത്രയാ 10. ഓക്കെ, അത് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറാണ്, ആക്സലറേഷൻ വെക്ടറാണ്, വെക്ടർ ഫോമിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ 10 ഇൻറ്റു 0.3 എത്ര വരും? 3i വരും. 3i പ്ലസ് 2i എത്രയാണ്? 5i. കുഴപ്പമില്ലല്ലോ. ഇനി 0.2j ഇൻറ്റു 10 എത്രയാ? 2j വരും. 2j പ്ലസ് 3j എത്രയാ? 5j. ഓക്കെ, 5i ക്യാപ് പ്ലസ് 5j ക്യാപ്. അപ്പോൾ അവിടുന്ന് v ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 റൂട്ട് 2 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 റൂട്ട് 2 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഇതാണ് 5 റൂട്ട് 2 വരിക. ദി മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് എ സ്ട്രേറ്റ് ലൈൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഇക്വേഷൻ. ഓക്കെ, വേർ x ഈസ് ഇൻ മീറ്റർ ആൻഡ് t ഇൻ സെക്കൻഡ്സ്. ദ റിട്ടാർഡേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ഇറ്റ്സ് വെലോസിറ്റി ബിക്കം 0. ഈ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പൊസിഷനാണ്, എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8ൻ്റെ ഡിഫറൻഷ്യൽ 0, 12 ടിയുടെ 12 മൈനസ് ടി ക്യൂബിൻ്റെ 3t സ്ക്വയർ. ഏത് സമയത്തെ വെലോസിറ്റി കാണണോ ആ സമയം ഇവിടെ കൊടുത്താൽ മതി. ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആക്സലറേഷൻ കിട്ടും. അതിൽ ആക്സലറേഷൻ a ഈക്വൽ ടു dv ബൈ dt ഈക്വൽ ടു 12ൻ്റെ എന്താ കോൺസ്റ്റൻ്റ് ആയത് കാരണം 0. പിന്നെ മൈനസ് 3t സ്ക്വയറിൻ്റെ എന്ത് വരും? മൈനസ് 6t വരും. മൈനസ് 3 കോൺസ്റ്റൻ്റ് ആണ്, ടി സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 2t. അപ്പോൾ മൈനസ് 3 ഇൻറ്റു 2t എത്രയും മൈനസ് 6t വരും. ഏത് സമയത്ത് ആക്സലറേഷൻ കാണണോ ആ സമയം ഇവിടെ കൊടുത്താൽ മതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ അറിയോ? റിട്ടാർഡേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ഇറ്റ്സ് വെലോസിറ്റി ബിക്കം 0. വെലോസിറ്റി എപ്പോഴാണ് 0 ആവുക എന്ന് കണ്ടുപിടിക്കണം. ആ സമയത്ത് ആക്സലറേഷനാണ് കാണണ്ടേ. ഏത് സമയത്ത് ആക്സലറേഷൻ കാണാനും ബുദ്ധിമുട്ടില്ല. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആ സമയം ഇവിടെ കൊടുത്താൽ മതി. വി ഹാവ് ടു ഫൈൻഡ് ദ ആക്സലറേഷൻ വെൻ വെലോസിറ്റി ഈസ് 0. അപ്പോൾ വെലോസിറ്റി എപ്പോഴാണ് 0 ആവുന്നതെന്ന് കണ്ടുപിടിക്കണം. വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇതാണ് 12 മൈനസ് 3t സ്ക്വയർ. വെലോസിറ്റി 0 ആകുമ്പോൾ 12 മൈനസ് 3t സ്ക്വയർ 0 ആവും. അതായത് 3t സ്ക്വയർ ഈക്വൽ ടു 12 വരും. അപ്പോൾ ടി സ്ക്വയർ ഈക്വൽ ടു 12/3 അല്ലെങ്കിൽ 4. അപ്പോൾ t ഈക്വൽ ടു 2 സെക്കൻഡ്സ് കിട്ടും. വെലോസിറ്റി 0 ആവുന്നത് ടൈം 2 സെക്കൻഡ്സ് ആകുമ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് ആക്സലറേഷൻ ആകാണ്ടേ. ഓക്കെ, അതിൽ ആ സമയത്ത് ആക്സലറേഷൻ t ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ മൈനസ് 12 എന്ന് കിട്ടും. പക്ഷേ ചോദ്യം എന്താണെന്ന് അറിയോ? റിട്ടാർഡേഷനാണ്, അതായത് നെഗറ്റീവ് ആക്സലറേഷൻ. ആക്സലറേഷൻ മൈനസ് 12 ആണെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ ഓർ റിട്ടാർഡേഷൻ എന്താവും? 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. ഓക്കെ, ഇത് തിരക്കേടില്ലാത്തൊരു ക്വസ്റ്റൻ. എ ബോഡി ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ടുവേഴ്സ് ഈസ്റ്റ്. ഇനീഷ്യൽ വെലോസിറ്റി ഈസ്റ്റിലേക്കാണ്. ഓക്കെ, ആഫ്റ്റർ 10 സെക്കൻഡ്സ് ഇറ്റ്സ് വെലോസിറ്റി ബിക്കംസ് 40 മീറ്റർ പെർ സെക്കൻഡ് നോർത്ത്. ഫൈനൽ വെലോസിറ്റി എന്താ? 40 മീറ്റർ പെർ സെക്കൻഡ് നോർത്താണ്. മനസ്സിലാവട്ടെ? കാരണം ആവറേജ് ആക്സലറേഷനാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ടാണ് എന്തുണ്ടാവുക? ആവറേജ് ആക്സലറേഷൻ ഉണ്ടാവുക. നമുക്ക് നോക്കാം. അതിൽ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. ഓക്കെ, ഫൈനൽ വെലോസിറ്റി ആദ്യം നമ്മൾ അത് എന്താ വരയ്ക്കുമ്പോൾ ആദ്യമേ നമ്മൾ v2 വരയ്ക്കുക, ഫൈനൽ വരയ്ക്കുക. ഇവിടെ ഇപ്പോൾ നമ്മളോട് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് റിലേറ്റീവ്ലി എളുപ്പമാണ്. ഓക്കെ, ഫൈനൽ വരയ്ക്കുക. എന്താ? 40 മീറ്റർ പെർ സെക്കൻഡ് ഡ്യൂ നോർത്ത് അല്ലേ? അതാണ് ഫൈനൽ. അപ്പോൾ ദേ നോർത്തിലോട്ട് ഞാൻ 40 വരച്ചു. ഇതാണ് v2. v2 നോർത്തിലേക്ക് 40 വരച്ചു. v1 ഈസ്റ്റിലേക്കാണ്. അപ്പം മൈനസ് v1 എന്താവും? വെസ്റ്റിലേക്കാവും. അപ്പോൾ ഈ v2ൻ്റെ ടിപ്പിൽ മൈനസ് v1 വരച്ചു. ഈ v2 മൈനസ് v1 കൂടെ ആഡ് ചെയ്ത് എന്താ കിട്ടുക? v2 പ്ലസ് മൈനസ് v1, അതായത് v2 മൈനസ് v1 വരും. ഓക്കെ, ഡെൽറ്റ v വരും. അപ്പോൾ ഇത് 40, ഇത് 30, അപ്പോൾ ഡെൽറ്റ v ഇങ്ങനെ വരും. ഓക്കെ, ഇത് 40യും ഇത് 30യും ആണെങ്കിൽ ഇത് എത്രയാ? 50യാ. നമ്മൾ സാധാരണ അറിയുന്നതാണ്. പൈത്താഗറസ് തിയറം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇത് 50 ആണ്. അപ്പോൾ ഡെൽറ്റ വി ചേഞ്ച് ഇൻ വെലോസിറ്റി പറഞ്ഞാൽ 50 എന്താ ഇവിടെ സാധനം എന്താ? മീറ്റർ സെക്കൻഡ് റൈസ് മൈനസ് 1. സോ ദിസ് വിൽ ബി 50 മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 1. സോ ദിസ് ഈസ് മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആക്സിലറേഷൻ കാണണം. ആക്സിലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ a ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓക്കെ, അതെത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ്സിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എത്ര വരിക? ദിസ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 2 വരും. അതായത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ
ഇതാണ് ആൻസർ വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ നോക്കിക്കേ, എ പാർട്ടിക്കിൾ മൂവ്സ് എ ഡിസ്റ്റൻസ് എക്സ് ഇൻ ടൈം ടി അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ടി പ്ലസ് 5 റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/t+5 എന്നർത്ഥം. ഓക്കെ, 1/t+5. വെലോസിറ്റി v ഈക്വൽ ടു dx/dt പറഞ്ഞാൽ മൈനസ് ഈ നോക്കൂ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/tയുടെ ഡിഫറൻഷ്യൽ എന്താ? -1/t². ഇവിടെ ടിക്ക് പകരം t+5 ഡിഫറൻഷിയേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ -1/t+5². ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആക്സലേഷൻ കിട്ടും. ആക്സലേഷൻ a ഈക്വൽ ടു dv/dt. ഈ 1/t+5² ഡിഫറൻഷ്യൽ -2/t+5³ എന്നാ. -2 × -1 എത്രയാ? +2 വരും. അപ്പൊ 2/t+5³. ഓക്കെ, അതിന് ഞാനിതേ നോക്കൂ, ഇവിടെ എന്താ, അപ്പൊ t+5² റേസ് ടു 3/2 എന്താ? ക്യൂബ് വരും. ഈ -2 ഞാൻ പുറത്തെടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ, ഈ സാധനം ഉണ്ടല്ലോ, ഈ ബ്രാക്കറ്റ്, യെല്ലോ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് എന്താ? -1/t+5² പറഞ്ഞാൽ അത് വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇതിന് പകരം വെലോസിറ്റി കൊടുത്താൽ വെലോസിറ്റി റേസ് ടു 3/2 വരും. ഓക്കെ, അപ്പൊ -2v റേസ് ടു 3/2, അതായത് വെലോസിറ്റി റേസ് ടു 3/2 പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ആൻസർ. അടുത്തത്, എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഇറ്റ്സ് മോഷൻ ഫ്രം റെസ്റ്റ് അണ്ടർ ദ ആക്ഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവും. അപ്പൊ ഇവിടെ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. അപ്പൊ ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ റേഷ്യോ 1:3:5 ആ ടൈം ഇന്റർവെല്ലിന്റെ ഡ്യൂറേഷൻ എന്തും ആവാം, ഈക്വൽ ആവണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ അറിയോ? ഇഫ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഫസ്റ്റ് 10 seconds s1, നെക്സ്റ്റ് 10 എന്താ, ഫസ്റ്റ് 10 seconds s1 and that covered in the first 20 seconds is s2. First 10 seconds s1. Okay, this is s1. Okay, അപ്പൊ അടുത്ത 10 secondsൽ എത്രയാവും? അത് 3s1 ആവും. ഫസ്റ്റ് 10 secondsൽ s1, അടുത്ത 10 secondsൽ എത്രയാവും? 3s1 ആവും. പക്ഷേ അവർ ഈ s2 എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? ആൻഡ് കവേർഡ് ഇൻ ദ ഫസ്റ്റ് 20 seconds is s2. ഓക്കെ, 20 seconds is s2. അതായത് ഈ മൊത്തം സാധനം ഉണ്ടല്ലോ, അതിനെയാണ് അവർ s2 എന്ന് പറയുന്നത്. അത് എത്രയാ വരിക? s1 + 3s1 പറഞ്ഞു കഴിഞ്ഞാൽ 4s1 പറയാം. അപ്പൊ s2 ഈക്വൽ ടു 4s1 വരും. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ മറ്റൊരു വിധത്തിൽ ചെയ്യാം. ഇവിടെ ഇപ്പം എന്താണെന്നറിയോ? സി, വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഫസ്റ്റ് 10 seconds ആൻഡ് ഫസ്റ്റ് 20 seconds. ഫസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് s ഈക്വൽ ടു u0 ut0 ½ പറയാം. അപ്പോൾ s2/s1 പറഞ്ഞു കഴിഞ്ഞാൽ ½ ഡിവൈഡഡ് ബൈ ½ പറഞ്ഞാൽ t2/t1² വരും, ഓർ t2/t1² വരും. t2 പറഞ്ഞാൽ 20 seconds, t1 പറഞ്ഞാൽ 10 seconds, 2² പറഞ്ഞാൽ 4 വരും. അപ്പോൾ s2 ഈക്വൽ ടു 4s1 വരും. ഓക്കെ, അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഞാനിത് ഓർത്തു. സാധാരണ എന്താണെന്നറിയോ? അവർ ഫസ്റ്റ് 10 secondsലെയും അടുത്ത 10 secondsലെയും റേഷ്യോ ആണ് സാധാരണ ചോദിക്കുക. ഞാൻ അതാണെന്നാണ് വിചാരിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്തായാലും ശ്രദ്ധിച്ച് വായിക്കണം. നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യം പോലെ നമുക്ക് തോന്നിയേക്കാം, പക്ഷെ അതാവില്ല. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle shows distance time curve as given in this figure. The maximum instantaneous velocity of the particle is around the point. അതിൽ ഇത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്. അപ്പോൾ സ്ലോപ്പ് റെപ്രസെൻറ്റ്സ് സ്പീഡ്. അപ്പോൾ മാക്സിമം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പറഞ്ഞാൽ മാക്സിമം സ്ലോപ്പ് ഉണ്ടാവണം. അതായത് ടാൻ തീറ്റ മാക്സിമം ആവണം. അതായത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ മാക്സിമം ആവണം. അപ്പോൾ ഇവിടെ ABCD 4 പോയിൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെയുള്ളത് ഗ്രാഫാണ് എക്സ് ആക്സിസുമായിട്ട് മാക്സിമം ഏറ്റവും വലിയ ആംഗിൾ ഉണ്ടാക്കുന്നത്? അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബിയിലല്ലേ? അപ്പോൾ ബിയിലാണ് വലിയ ആംഗിൾ, തീറ്റ ഏറ്റവും കൂടുതൽ, ടാൻ തീറ്റ അപ്പോൾ അവിടെയാണ് കൂടുതൽ. അപ്പോൾ അവിടെയാവും മാക്സിമം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഓക്കെ, സോ ബി നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത്, പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ
if it changes its velocity from 10 to 20 while passing through a distance 135 meter in 10 seconds, in t seconds, value of t is. അതിൽ average velocity into time will give you the displacement unconditionally, condition ഇല്ല. But average velocity equal to u plus v by 2, arithmetic mean, only when the acceleration is constant. But acceleration constant. Okay, അപ്പോൾ നിങ്ങൾക്ക് average velocity പറഞ്ഞാൽ u plus v by 2 എടുക്കാം, ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗിവ് യു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടി. അതിൽ യു എത്രയാ 10 ആണ്, വി എത്രയാ 20 ആണ്. അപ്പോൾ 10 പ്ലസ് 20 ബൈ 2 പറഞ്ഞാൽ എത്രയാ, ദാറ്റ് വിൽ ബി 15. ഓക്കെ, അപ്പോൾ എസ് എത്രയാ 135. അപ്പോൾ 135 ഈക്വൽ ടു 15 ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ടി എത്രയാ 135 ബൈ 15, 135 ബൈ 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ പൊസിഷൻ എക്സ് ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ടി അലോങ് ദി എക്സ് ആക്സിസ് ഈസ് 9t² minus t cube where x is in meters and t in seconds. What will be the position of this particle when it achieves maximum speed along the positive x direction? വെലോസിറ്റി മാക്സിമം ആവുമ്പോൾ പൊസിഷൻ എന്താണ്? നമ്മളെ ഇപ്പോൾ മാക്സിമത്തിലും മിനിമത്തിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന, അപ്പോൾ വെലോസിറ്റി മാക്സിമം ആവുമ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ 0 ആവും, അതായത് ആക്സലറേഷൻ 0 ആവും. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്ക് ഇതിന് 9t² minus t cube അതാണ് പൊസിഷൻ. ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി v ഈക്വൽ ടു 18t minus 3t². അതെങ്ങനെ കിട്ടി? 9 കോൺസ്റ്റൻ്റ് ആണ്, t² ഡിഫറൻഷ്യൽ 2t. അപ്പോൾ 9 ഇൻറ്റു 2t പറഞ്ഞാൽ 18t, കുഴപ്പമില്ലല്ലോ. മൈനസ് ടി ക്യൂബിൻ്റെ എത്രയാണ് 3t². ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റി. ഇനി ആക്സലറേഷൻ പറഞ്ഞാൽ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പോൾ എന്താ 18 മൈനസ് ഇതെന്താ വരിക 6t വരും. ഇനി വെലോസിറ്റി മാക്സിമം ആകുമ്പോൾ ഈ ആക്സലറേഷൻ 0 ആവണം. ഓക്കെ, അപ്പോൾ ആക്സലറേഷന് പകരം നിങ്ങൾ 0 കൊടുത്തു കഴിഞ്ഞാൽ t ഈക്വൽ ടു 18/6 ആയ 3 സെക്കൻഡ്സ് കിട്ടും. വെലോസിറ്റി മാക്സിമം ആവുന്നത് ടൈം 3 സെക്കൻഡ്സ് ആകുമ്പോഴാണ്. അപ്പോഴത്തെ പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൊസിഷൻ്റെ ഇക്വേഷനിൽ t ഈക്വൽ ടു 3 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? x ഈക്വൽ ടു 9t² മൈനസ് ടി ക്യൂബ് എന്നാണ്. 9 ഇൻറ്റു ടിക്ക് പകരം 3 കൊടുത്തു, 3² മൈനസ് ടി ക്യൂബ് പറഞ്ഞാൽ 3 ക്യൂബ്. അപ്പോൾ 9 ഇൻറ്റു 3² എത്രയാണ്? 9 ഇൻറ്റു 9 എത്രയാണ്? 81 മൈനസ് 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. 81 മൈനസ് 27 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗിവ് യു സേ 54 മീറ്റർ വരും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഒ എക്സ്. At a time t in seconds, the distance x of the particle from O is given by x equal to 40 plus 12t minus t cube. How long would the particle travel before coming to rest? Okay, അപ്പോൾ വെലോസിറ്റി 0 ആവുമ്പോഴേക്ക് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് എക്സ് ഈക്വൽ ടു ഇതാണ് എക്സ്പ്രഷൻ. വെലോസിറ്റി പറഞ്ഞാൽ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 40 കോൺസ്റ്റൻ്റ് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. 12t ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 12. ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് 3t². ഓക്കെ, പിന്നെ വെലോസിറ്റി 0 ആകുമ്പോൾ നമ്മൾ ഈ വെലോസിറ്റിയുടെ എക്സ്പ്രഷന് 0 കൊടുക്കുക. 12 മൈനസ് 3t² ഈക്വൾ ടു 0. അപ്പോൾ 3t² ഈക്വൾ ടു 12 വരും. അപ്പോൾ t² പറഞ്ഞാൽ 12/3, അതായത് 4 വരും. t ഈക്വൾ ടു 2 സെക്കൻഡ്സ് വരും. അതായത് വെലോസിറ്റി 0 ആവുന്നത് ടൈം 2 സെക്കൻഡ്സ് ആവുമ്പോഴാണ്. അത്രയും സമയം കൊണ്ട്, അപ്പോൾ ഈ 2 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നാണ് അറിയണ്ടേ. ഓക്കെ, അതിൽ നമ്മൾ വെൻ ടൈം ഈക്വൽ ടു 2 സെക്കൻഡ്സ് പൊസിഷൻ എന്താ? വെൻ ടി ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 40 പ്ലസ് 12 ഇൻറ്റു 2 മൈനസ് 2 ക്യൂബ് ഇത് വരും. ടൈം 0 ആകുമ്പോൾ 40 ആണ്. ടൈം 2 സെക്കൻഡ്സ് ആകുമ്പോൾ 40 പ്ലസ് ഇത്രയുമാണ്, 40 പ്ലസ് ഇത്രയും. ഓക്കെ, അപ്പോൾ ഇതല്ലേ ആ 2 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം ഇതാണ്. 12 ഇൻറ്റു 2 എത്രയാ? 24 മൈനസ് 8. 24 മൈനസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് വിൽ ബി 16 മീറ്റർ വരും. സോ ദിസ് ഇസ് ദ ആൻസർ. ഇനി അടുത്തത്, ഇത് ഒരു എന്താ പറയുക അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് എ പാർട്ടിക്കിൾ വേരീസ് വിത്ത് ടൈം. എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അതിൽ എ ഇ റേസ് ടു മൈനസ് ആൽഫ ടി, ബി ഇ റേസ് ടു ബീറ്റ ടി, വേറെ എ ബി ആൽഫ ആൻഡ് ബീറ്റ ആർ പോസിറ്റീവ് കോൺസ്റ്റൻസ്. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി independent of alpha and beta, drop to 0 when alpha equal to beta. പിന്നെ എന്താ? ഗോ ഓൺ ഡിക്രീസിങ് വിത്ത് ടൈം, ഗോ ഓൺ ഇൻക്രീസിങ് വിത്ത് ടൈം. നോക്കാം നമുക്ക്. പൊസിഷൻ ഇതാണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ വെലോസിറ്റി. വെലോസിറ്റി ഈക്വൽ ടു dx by dt.
അപ്പോൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്താ വരിക? ഡിഫറൻഷ്യൽ എ കോൺസ്റ്റൻ്റ് ആണ്, ഇ റേസ് ടു മൈനസ് ആൽഫ ടീയുടേത് മൈനസ് ആൽഫ ഇ റേസ് ടു മൈനസ് ആൽഫ ടി. അപ്പോൾ മൈനസ് ആൽഫ എ ഇ റേസ് ടു മൈനസ് ആൽഫ ടി. ബി ഉണ്ട് ഇ റേസ് ടു ബീറ്റ ടിയുടെ എന്താ ബീറ്റ ഇ റേസ് ടു ബീറ്റ ടി. ഓക്കെ, അപ്പോൾ ബി ബീറ്റ ഇ റേസ് ടു ബീറ്റ ടി. ഓക്കെ, ഇനി അവിടുന്ന് നമുക്ക് എന്താ വരിക? സി, ഇതാണ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ഇനി അത് വെലോസിറ്റി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പറയാൻ പറ്റില്ല, കാരണം വെലോസിറ്റിയുടെ എക്സ്പ്രഷനിൽ ആൽഫയുണ്ട് ബീറ്റയുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താണെന്നറിയോ? ഡ്രോപ്പ് ടു സീറോ വെൻ ആൽഫ ഈക്വൽ ടു ബീറ്റ. ഈ നോക്കൂ, ഇവിടെ ഒരു ടേം നെഗറ്റീവാണ്, കുഴപ്പമില്ല, ഒരു ടേം പോസിറ്റീവാണ്, കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ആൽഫയും ബീറ്റയും ഈക്വൽ ആകുമ്പോൾ ഇത് സീറോ ആവണമെങ്കിൽ വെൻ യു പുട്ട് ബീറ്റ ഈക്വൽ ടു ആൽഫ, ഈ രണ്ട് ടേമും സെയിം ആവണം. ബീറ്റയ്ക്ക് പകരം ആൽഫ കൊടുത്താൽ അപ്പോൾ ഇവിടെ എന്താണ്? ഇ റേസ് ടു ആൽഫ ടി വരും, ഇ റേസ് ടു മൈനസ് ആൽഫ ടി വരും. ശരിയല്ലല്ലോ? ഈക്വൽ അല്ലല്ലോ. ഇവിടെ ഇ റേസ് ടു മൈനസ് ആൽഫ ടിയാ. ഈ ഇ റേസ് ടു മൈനസ് ആൽഫ ടി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല കേട്ടോ, അത് 1 ഇ റേസ് ടു ആൽഫ ടിയാ. മനസ്സിലാവുണ്ടോ? ഇവിടെയാണെങ്കിലോ ഇ റേസ് ടു ആൽഫ ടി വരും. അതായത് ബീറ്റയ്ക്ക് പകരം ആൽഫ കൊടുക്കുമ്പോൾ ഇവിടെ ഇ റേസ് ടു ആൽഫ ടി വരും, ഇവിടെ 1 ഇ റേസ് ടു ആൽഫ ടി വരും. അത് മാത്രമല്ല, ഇവിടെ എ ആണ്, ഇവിടെ എന്താ ബി ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആവില്ല, സീറോയും ആവില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയല്ല. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും എന്താ? ടൈം കൂടുമ്പോൾ എന്താ ഈ വെലോസിറ്റി കൂടുകയോ കുറയുമോ എന്നാ. മനസ്സിലല്ലേ? വെലോസിറ്റി കൂടുകയാണെങ്കിൽ ആക്സലേഷൻ പോസിറ്റീവ് ആവും, വെലോസിറ്റി കുറയുകയാണെങ്കിൽ ആക്സലേഷൻ നെഗറ്റീവ് ആവും. അപ്പോൾ നമ്മൾ വെലോസിറ്റി ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ കിട്ടുക. നോക്കൂ, അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് ടേമേ ഇല്ല. അതായത് ടൈം കൂടുമ്പോൾ, മനസ്സിലല്ലേ, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എന്താ? ഇറ്റ് ഗോ ഓൺ ഇൻക്രീസിങ് വിത്ത് ടൈം. ഓക്കെ, ഇതാണ് വരിക. അതായത് നാലാമത്തെ ഓപ്ഷൻ വരും. റൈറ്റ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദി ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടി ഈക്വൽ ടു 1 സെക്കൻഡ്. സിമ്പിൾ. ഓക്കെ, അതായത് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 3t³ + 7t² + 5t + 8. ഡിഫറൻഷ്യേറ്റ് ചെയ്ത വെലോസിറ്റി കിട്ടും. t³ എത്രയാ? 3t² × 3 പറഞ്ഞാൽ 9t². t² എത്രയാ? 2t × 7 പറഞ്ഞു കഴിഞ്ഞാൽ 14t. പിന്നെ 5t എത്രയാ? 5. ഇനി ആക്സിലറേഷൻ കിട്ടാൻ വെലോസിറ്റി ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ t² 2t × 9 പറഞ്ഞാൽ 18t, പിന്നെ 14 വരും. ഓക്കെ, ആ ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ എന്താ? t = 1 കൊടുത്താൽ മതി. അപ്പോൾ 18 + 14 പറഞ്ഞു കഴിഞ്ഞാൽ 32 m/s². ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒന്നും ചെയ്യാനില്ല. അടുത്തത് നോക്കേ, a car moving with a speed of 40 km/h can be stopped by applying brakes at least after 2 meters if the same car is moving with a speed of 80 km/h. What is the minimum stopping distance? Okay, അതിൽ നമ്മൾക്ക് എന്താ? v² = u² + 2as എന്നുള്ള ഫോർമുലയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫൈനൽ വെലോസിറ്റി എന്താ? ഈ കാറ് റെസ്റ്റിലോട്ട് വരികയാണ്, ഫൈനൽ വെലോസിറ്റി 0. ഓക്കെ, u² - 2as. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 2as = u² വരും. അപ്പോൾ s = u² / 2a വരും. ശരിയാണല്ലോ? s = u² / 2a. ഇവിടെ in the first case car is moving with velocity 40 km/h and in the second case it is moving with 80 km/h. സോ ഡിഫറൻസ് ഇവിടെ ആദ്യം 40 ആണ്, പിന്നെ 80 ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇനീഷ്യൽ വെലോസിറ്റിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയുള്ള എല്ലാം ഒരേപോലെയാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ലെറ്റസ് കോൾ ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു u². ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കെന്ത് പറയാം? s'/s = u'/u² വരും. കൺവേർട്ട് ചെയ്യേണ്ട, കാരണം റേഷ്യോ എടുക്കുകയാണ്. 80 km/h / 40 km/h. അപ്പോൾ 2 വരും, 2² പറഞ്ഞാൽ 4 വരും. അപ്പോൾ s' = 4s. ആദ്യത്തെ s അവർ തന്നിട്ടുണ്ട് 2 മീറ്റർ എന്നാ. അപ്പോൾ s' നമുക്ക് എന്താ വരിക? s' we will get 8 meter എന്ന് വരും. 8 meter പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ വേരീസ് വിത്ത് ടൈം t ആസ് s = at² - bt³. ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി 0 വെൻ ടൈം t = ആക്സിലറേഷൻ എപ്പോഴാണ് 0 ആവുമെന്ന് കണ്ടാൽ മതി. ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത വെലോസിറ്റി കിട്ടും. t² ഡിഫറൻഷ്യൽ എത്രയാണ്? 2t. അപ്പോൾ 2t × a പറഞ്ഞാൽ 2at. t³ എത്രയാ? 3t² × -b പറഞ്ഞാൽ -3bt². കുഴപ്പമില്ലല്ലോ. ഇത് വെലോസിറ്റി. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ആക്സലേഷൻ കിട്ടും. ഈ ആക്സലേഷനെ a എന്ന് റെപ്രസെൻറ്റ് ചെയ്യേണ്ട, കാരണം a ഇവിടെ വേറൊരു കോൺസ്റ്റൻ്റാണ്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്സലറേഷന് എ എന്ന് കൊടുക്കുന്നില്ല, ഡി വി ബൈ ഡി ടി എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 2a കോൺസ്റ്റൻ്റ് ആണ്, ടിയുടെ ഡിഫറൻഷ്യൽ 1 ആണ്. അപ്പോൾ 2a ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2a വരും. പിന്നെ ടി സ്ക്വയറിൻ്റെ എത്രയാണ്? 2t ആണ്, ഇൻറ്റു -3b പറഞ്ഞു കഴിഞ്ഞാൽ -6bt വരും. -6bt. നോക്കൂ, ആക്സിലറേഷൻ ഇവിടെ എ അല്ല കേട്ടോ, എ ഒരു കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ ആക്സിലറേഷൻ എഴുതിയിട്ടില്ല, ഡി വി ബൈ ഡി ടി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ചോദ്യം എന്താണെന്നറിയാം, അത് എപ്പോൾ 0 ആവുന്ന? വെൻ ഡി വി ബൈ ഡി ടി ഈക്വൾ ടു 0, എന്താ 2a - 6bt ഈക്വൾ ടു 0. 2a - 6bt ഈക്വൾ ടു 0. അവിടുന്ന് നമുക്ക് t ഈക്വൾ ടു 2a ബൈ 6b വരും. 2a ബൈ 6b പറഞ്ഞാൽ a ബൈ 3b വരും. അതിൽ a ഡിവൈഡ് ബൈ 3b പറഞ്ഞാൽ ഇത് റെഡിയാ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ ആക്സിലറേറ്റ്സ് ഫ്രം റെസ്റ്റ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ആൽഫ ഫോർ സം ടൈം, after which it decelerates at a constant rate beta and comes to rest. Total time elapsed is t, then the maximum velocity acquired by the car is. Okay, rest in the start ചെയ്തു, it accelerates to a velocity v, അതാണ് maximum in time t1. അതായത് ആക്സിലറേറ്റഡ് മോഷന്റെ സമയമാണ് t1. അപ്പോൾ ആക്സിലറേഷൻ പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണല്ലോ. അപ്പോൾ നോക്കൂ, അപ്പം ടൈം എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ആക്സിലറേഷൻ. കുഴപ്പമില്ലല്ലോ. ടൈം എന്ന് പറഞ്ഞാൽ നോക്കൂ, ആക്സിലറേഷൻ പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പം ടൈം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ആക്സിലറേഷൻ. ആക്സിലറേറ്റഡ് മോഷൻ്റെ ടൈം t1 ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ, 0 v ആയി, v ആണ് മാക്സിമം. അപ്പോൾ ചേഞ്ച് എത്രയാണ്? v - 0 ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ എത്രയാണ്? ആൽഫ. ഇനി റിട്ടാർഡഡ് മോഷൻ പറഞ്ഞാൽ വിയിൽ നിന്ന് 0യിലേക്ക് വരിക. അതായത് ഡീസിലറേറ്റഡ് മോഷന്റെ ഫൈനൽ 0, ഇനീഷ്യൽ v. ഓക്കെ, അപ്പൊ ചേഞ്ച് എത്രയാ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അതായത് 0 - v. ഓക്കെ, അപ്പോൾ റിട്ടാർഡഡ് മോഷന്റെ സമയം t2 ഈക്വൽ ടു 0 - v ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ആക്സിലറേഷൻ. റിട്ടാർഡേഷൻ ആണ് ബീറ്റ, അപ്പൊ ആക്സിലറേഷനോ -β. ഓക്കെ, -β ഇവിടെ കൊടുത്തു, -v ബൈ ബീറ്റ. ഈ -v ബൈ ബീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു v ഡിവൈഡ് ബൈ ബീറ്റ. Okay, v by beta, and t1 പറഞ്ഞാൽ v by alpha. See, it is given that total time elapsed is t. Okay, അപ്പോൾ t equal to t1 plus t2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? t equal to t1 plus t2 പറഞ്ഞാൽ v by alpha plus v by beta ടോട്ടൽ ടൈം. അതിൽ v കോമൺ ഫാക്ടർ പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 by alpha plus 1 by beta. ഇതിന് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം, ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ v ഈക്വൽ ടു t ബൈ 1 പ്ലസ് ആൽഫ പ്ലസ് 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ, ഓർ ആൽഫ ബീറ്റ t ബൈ ആൽഫ പ്ലസ് ബീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ മാക്സിമം വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദി പാർട്ടിക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ ഈസ് ഷോൺ ബിലോ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് നെഗറ്റീവ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി നെഗറ്റീവ് ആവണമെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആവണം. നോക്കൂ, ഇങ്ങനെയാണ് ലൈൻ എങ്കിൽ അത് പോസിറ്റീവ് സ്ലോപ്പാണ്, ഇത് നെഗറ്റീവ് സ്ലോപ്പാണ്, ഇത് 0 സ്ലോപ്പാണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി നെഗറ്റീവ് ആവണം പറഞ്ഞാൽ സ്ലോപ്പ് നെഗറ്റീവ് ആവണം. അതായത് ഇങ്ങനെ കിടക്കണം, അങ്ങനെ കിടക്കുന്ന ഭാഗം ഇവിടെ ഉള്ളത് ഇതേ ഇതാണ്. ഓക്കെ, അപ്പോൾ അത് എവിടെയാവും? വെലോസിറ്റി നെഗറ്റീവ് ആവുന്നത് പോയിന്റ് ഇയിലാവും. ഓക്കെ, അപ്പോൾ ഈ എന്താ? ഓപ്ഷൻ ഡി ആ. റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ സച്ച് ദാറ്റ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി ടൈം t ഈസ് ഗിവൺ ബൈ. ഓക്കെ, ദ വെലോസിറ്റി വെൻ ദ ആക്സിലറേഷൻ ഈസ് 0. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, വെലോസിറ്റി പറഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. t³ 3t² -6 t² 2t ആണ്. അപ്പോൾ -6 × 2t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? -12t. പിന്നെ 3tയുടെ എത്രയാ? 3 ആണ്. ഇതാണ് വെലോസിറ്റി. ഇനി എന്താണെന്നറിയോ കാണേണ്ടത്? വെലോസിറ്റി വെൻ ദ ആക്സിലറേഷൻ 0 ആകുമ്പോഴുള്ള വെലോസിറ്റിയാണ്. ഏത് സമയത്ത് വെലോസിറ്റി കാണണോ ആ സമയം ഇവിടെ കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് കാണേണ്ടത് എന്താ? ആക്സിലറേഷൻ 0 ആകുമ്പോഴുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ഈ വെലോസിറ്റി ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ 3 പിന്നെ t² ഡിഫറൻഷ്യൽ എത്രയാണ്? 2t. അപ്പോൾ 3 × 2t പറഞ്ഞാൽ 6t ആക്സിലറേഷനിലെ ഫസ്റ്റ് ടേം. പിന്നെ -12tയുടെ ഡിഫറൻഷ്യൽ -12. പിന്നെന്താ? 3 കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷ്യൽ ഇല്ല, ഡിഫറൻഷ്യൽ 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കൂ, ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ 60 - 12 കിട്ടി. ഇനി വെൻ ആക്സിലറേഷൻ ഈക്വൽ ടു 0, 60 - 12 ഈക്വൽ ടു 0 ആൻഡ് t ഈക്വൽ ടു 12/6, അതായത് 2 സെക്കൻഡ് കിട്ടും. ആക്സിലറേഷൻ 0 ആവുന്നത് ടൈം 2 സെക്കൻഡ്സ് ആവുമ്പോഴാണ്. അപ്പോഴത്തെ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വെലോസിറ്റിയുടെ എക്സ്പ്രഷനിൽ t ഈക്വൽ ടു 2 കൊടുക്കുക.
അപ്പോൾ 2 സ്ക്വയർ എത്രയാ? 4 into 3 എത്രയാ? 12 ആണ്. ഇവിടെ എത്രയാ? 12 into 2 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 24. 12 minus 24 പറഞ്ഞാൽ -12 plus 3 പറഞ്ഞു കഴിഞ്ഞാൽ -9 meter second raised to -1 വരും. ഓക്കെ, -9 meter second raised to -1. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A body starts from rest. What is the ratio of the distance traveled by the body during the 4th and 3rd seconds? Body starts from rest. What is the ratio of the distance traveled? Question പോരാ കേട്ടോ. അതായത് ബോഡി സ്റ്റാർട്സ് ഫ്രം റെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലേഷനൂടെ പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എന്താ? u plus a/2 into 2n minus 1. അതിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആകുമ്പോഴെന്താ? u ഉണ്ടാവില്ല, a/2 into 2n minus 1. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4th സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 into 4 എത്രയാ? 8 minus 1 7. അപ്പോൾ a/2 into 7. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 3rd സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 into 3 എത്രയാ? 6 minus 1 എത്രയാ? 5. a/2 into 5. അപ്പോൾ റേഷ്യോ കാണണമെങ്കിൽ എന്ത് വരും? ഇത് വരും 7 divided by 5, രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കർവ് ഡസ് നോട്ട് റെപ്രസെന്റ് മോഷൻ ഇൻ 1 dimension? ഓക്കെ, അതിൽ പിന്നെ ഇവിടെ എന്താ? ഇവിടെ വെലോസിറ്റി കൂടി മാക്സിമം ആണ്, കുറഞ്ഞ് 0 ആണ്. ബോഡി ക്യാൻ ബി മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തിട്ട് വെലോസിറ്റി കൂടി മാക്സിമം, പിന്നെ അത് കഴിഞ്ഞ് എന്താ? കുറഞ്ഞ് 0 ആയി. ഒരേ ലൈനിൽ തന്നെ മൂവ് ചെയ്യാം, അത് പോസിബിൾ ആണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഈ രണ്ടാമത്തെ കേസിൽ എന്താണെന്നറിയോ? രണ്ടാമത്തെ കേസിൽ വെലോസിറ്റി y ആക്സിസിലും ടൈം x ആക്സിസിലും. നോക്കൂ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ബോഡിക്ക് 2 വെലോസിറ്റി ഉണ്ട്. ഒരു സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ബോഡിയുടെ വെലോസിറ്റി 3 meter per second, അതേസമയം ബോഡിയുടെ വെലോസിറ്റി 8 meter per second. ഒരു സമയത്ത് നോക്കുമ്പോൾ ബോഡിക്ക് 2 വെലോസിറ്റി, ദാറ്റ് ഈസ് ഫിസിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ 1 dimensional മോഷൻ എന്നല്ല, ഒരു ബോഡിക്കും ഇങ്ങനൊരു ഗ്രാഫ് ഉണ്ടാവില്ല, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് ഇവിടെ എന്താണെന്നറിയോ? ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ തരിക? ആക്സിലറേഷൻ തരും. ഓക്കെ, ഇവിടെ ഈ സ്ലോപ്പ് നോക്കൂ, ഈ ഗ്രാഫിൻ്റെ നോക്കൂ, സ്ലോപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അവിടെ സ്ലോപ്പ് കൂടുക പറഞ്ഞാൽ ആക്സിലറേഷൻ കൂടുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് മൂവിങ് വിത്ത് ഇൻക്രീസിങ് ആക്സിലറേഷൻ. മനസ്സിലായില്ലേ? ദാറ്റ് ക്യാൻ ഓൾസോ ബി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിലാവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കർവ് ഡസ് നോട്ട് റെപ്രസെന്റ് മോഷൻ എന്നാ. ആക്ച്വലി ആൻസർ ഇതാണ്. മനസ്സിലായില്ലേ? അത് 1 dimensional മോഷൻ എന്നല്ല, ഒരു മോഷനും ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാവില്ല. ഓക്കെ, കാരണം ഒരു പർട്ടിക്കുലർ ടൈമിൽ ബോഡിക്ക് 2 വെലോസിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് ഫിസിക്കലി ഇമ്പോസിബിൾ. പിന്നെ ഇതെന്താണോ? ഇത് സ്പീഡ് ടൈം ഗ്രാഫാണ്. ഓക്കെ, ഇത് ഇങ്ങനെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഇങ്ങനെ ഉണ്ടാവാം വെൻ എ ബോഡി ഈസ് മൂവിങ് അലോങ് എ ലൈൻ. അതായത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്താ? ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 1 dimensional മോഷനിൽ, അതായത് മോഷനിൽ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ ഇതെല്ലാം പോസിബിൾ ആണ്. അപ്പോൾ ഇവിടെ ഗ്രാഫ് നമ്മളുടെ ആൻസർ ഏതാണ് ആവാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ദിസ് വിൽ ബി ദ ഗ്രാഫ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A car is moving along a straight road with a uniform acceleration. It passes 2 points P and Q separated by a distance with velocity 30 km/h and 40 km/h respectively. The velocity of the car midway between P and Q. ഇവിടുത്തെ വെലോസിറ്റി v1 വിചാരിച്ചോ, ഇവിടുത്തെ വെലോസിറ്റി v2 വിചാരിച്ചോ, മിഡ് പോയിന്റിലെ വെലോസിറ്റി v വിചാരിക്കുക. ഓക്കെ, v² = u² + 2as. അപ്പോൾ v² - u² എന്താ? 2as. v² - u². ഫൈനൽ വെലോസിറ്റി v സ്ക്വയർ മൈനസ് v1² = 2a. ഈ ഡിസ്റ്റൻസ് s വിചാരിച്ചോ, 2as. ഇനി ഇവിടെ അതേ ഡിസ്റ്റൻസ് ആണ്, അതേ ആക്സലറേഷൻ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 2as ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും 2as തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ v² - u²ഉം ഇവിടുത്തെ v² - u², അതായത് ഫൈനൽ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ സ്ക്വയർ ഇവിടെ കണ്ടാലും സെയിമാ. ഇവിടുത്തെ ഫൈനൽ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ സ്ക്വയർ എന്താ? v² - v1². ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ എന്താ? v2² - v². ഓക്കെ, അത് രണ്ടും ഈക്വൽ ആണ്, അതാണ് ഞാൻ ഇവിടെ ഇക്വേറ്റ് ചെയ്തത്. ഈ -v² അങ്ങോട്ട് പോകുമ്പോൾ 2v², -v1² ഇങ്ങോട്ട് വരുമ്പോൾ v1² + v2² വരും. അപ്പോൾ അവിടുന്ന് v² = v1² + v2² / 2 വരും. അപ്പോൾ v = √v1² + v2² / 2. ഓക്കെ, അതിൽ നമുക്ക് എന്ത് പറയാം? 30ഉം 40ഉം ആണ് അവർ തന്നിരിക്കുന്നത്. 30² + 40², ദാറ്റ് ഈസ് 50² / 2 ആണ്.
അപ്പോൾ നമുക്ക് എന്ത് പറയാം 50/√2 പറയാം. ഈ 50 നമുക്ക് 25 × 2 പറയാലോ. 2/√2 എന്താ? 2/√2 will be √2. So it will be 25√2 km/h. 25√2 km/h പറഞ്ഞ ഇതാണ്. ഓക്കെ, ഇനി അടുത്തത് ബസ് ഈസ് മൂവിംഗ് വിത്ത് എ സ്പീഡ് 10 m/s on a straight road. A scooter is wishes to overtake the bus in 100 seconds. If the bus is at a distance of 1 km from the scooterist, with what speed should the scooterist chase the bus? അപ്പോൾ ആദ്യം എന്താണെന്നറിയോ, ഈ ബസ്സിൽ നിന്ന് 100 മീറ്റർ പുറകിലാണ് സ്കൂട്ടർ ഉള്ളത്. അപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ പൊസിഷൻ എത്രയാണ്? 100 മീറ്റർ ബാക്കിൽ. ഫൈനലി സ്കൂട്ടർ ബസ്സിൻ്റെ അടുത്തെത്തണം. അപ്പോൾ ഈ ബസ് റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ 100 മീറ്റർ പുറകിൽ നിന്ന് ബസ്സിലേക്ക് വന്നു എന്നാണ് അല്ലേ? 100 മീറ്റർ അല്ല, 1000 മീറ്റർ, 1 കിലോമീറ്ററാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബസ് 1000 മീറ്റർ പുറകിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ് 1000. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ്, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 1000. റിലേറ്റീവ് വെലോസിറ്റി എന്താ? സ്കൂട്ടറിൻ്റെ വെലോസിറ്റി മൈനസ് ബസ്സിൻ്റെ വെലോസിറ്റി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്കൂട്ടറിൻ്റെ വെലോസിറ്റി മൈനസ് ബസ്സിൻ്റെ വെലോസിറ്റി, അതാണ് റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ? അപ്പോൾ വെലോസിറ്റി ഓഫ് ദി സ്കൂട്ടർ പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി പ്ലസ് വെലോസിറ്റി ഓഫ് ദ ബസ് എന്ന് വരും. ഈ റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞാൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര പറഞ്ഞാൽ 1000 മീറ്റർ. സമയം എത്ര ഇത് കവർ ചെയ്യാൻ എടുക്കുന്നത്? 100 seconds. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഇവിടെ കിട്ടും 1000/100 പറഞ്ഞാൽ 10 m/s. ഓക്കെ, ആ ബസ്സിൻ്റെ വെലോസിറ്റി അവർ തന്നിട്ടുണ്ട് 10 m/s. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സ്കൂട്ടറിൻ്റെ വെലോസിറ്റി എന്താ വരിക? റിലേറ്റീവ് വെലോസിറ്റി പ്ലസ് വെലോസിറ്റി ഓഫ് ബസ്. റിലേറ്റീവ് വെലോസിറ്റി 10, ബസ്സിൻ്റെ വെലോസിറ്റി 10. അപ്പോൾ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾക്ക് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ചേഞ്ച് ഇൻ പൊസിഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്കൂട്ടർ ബസ്സിൻ്റെ പുറകിലാണ്. എത്ര പുറകിലാണ്? 1000 മീറ്റർ പുറകിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ x(0), ഓക്കെ, അതായത് പൊസിഷൻ ഓഫ് ദ സ്കൂട്ടർ വെൻ ദ ബസ് ഈസ് ടേക്കൺ ആസ് ദ റെഫറൻസ്, അതെത്രയാണ്? 1000 മീറ്റർ ആണ് അല്ലെ പൊസിഷൻ. ബസ്സിൽ നിന്ന് 1000 മീറ്റർ അകലെയാണ്, അത് പുറകിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മൈനസ്. ഫൈനൽ പൊസിഷൻ ഓഫ് ദി സ്കൂട്ടർ അതെത്രയാ? അത് ബസ്സിനടുത്താ. ബസ് എവിടെയാ വെച്ചാൽ അവിടെ തന്നെ, മനസ്സിലായില്ല? അപ്പോൾ പൊസിഷൻ എന്താ? 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സ്കൂട്ടർ, ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ബസ് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ 0 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ -1000. അപ്പോൾ 0 മൈനസ് -1000 അത് എത്ര വരും? അത് 1000 വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ that will give us the relative velocity equal to 10 m/s. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ 150 മീറ്റർ ലോങ് ഈസ് ഗോയിങ് ടുവേഴ്സ് നോർത്ത്. At direction at a speed 10 m/s, a parrot flies at the speed of 5 m/s towards south. അപ്പോൾ അങ്ങോട്ട് നോർത്ത്, അങ്ങോട്ട് സൗത്ത് വിചാരിച്ചോ. ട്രെയിൻ ഇങ്ങോട്ടാണ് പോകുന്നത്, പാരറ്റ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ, പാരറ്റിൻ്റെ വെലോസിറ്റി പോസിറ്റീവായിട്ട് എടുക്കാം അങ്ങോട്ട്. അപ്പോൾ ട്രെയിനിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ് നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ വെലോസിറ്റി ഓഫ് പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ട്രെയിൻ പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് പാരറ്റ് മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ, അതെന്താ വരിക? വെലോസിറ്റി ഓഫ് പാരറ്റ് -5, വെലോസിറ്റി ഓഫ് ട്രെയിൻ പറഞ്ഞാൽ -10. 5 മൈനസ് -10 15 m/s വരും. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ട്രെയിൻ, ഓക്കെ, അങ്ങോട്ടാണ് നമ്മൾ പോസിറ്റീവ് എടുക്കുന്നത്. ട്രെയിനിൻ്റെ ഈ അറ്റത്തു നിന്ന് ഈ അറ്റത്തേക്ക് മൂവ് ചെയ്തു, അതിനുള്ള സമയം കാണണ്ടേ? ട്രെയിനിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ദൂരം എത്രയാ? അത് ഇറ്റ് ഈസ് ഗിവൺ ആസ് 150 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ പറഞ്ഞാൽ 150 മീറ്റർ. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എത്രയാ? 15 m/s. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് 150. അപ്പോൾ ടൈം എത്രയാ? റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ബൈ റിലേറ്റീവ് വെലോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 seconds എന്ന് കിട്ടും. ഓക്കെ, 10 seconds. ഇനി എ ഹൊറിസോണ്ടൽ ബ്രിഡ്ജ് ഈസ് ബിൽറ്റ് അക്രോസ് എ റിവർ. A student standing on the bridge throws a small ball vertically up with a velocity 4 m/s. Ball strikes the water surface after 4 seconds. The height of bridge above water surface is. Height of the bridge above water surface is. അപ്പോൾ ഇവിടെ നോക്കാം. ഇനീഷ്യൽ വെലോസിറ്റി u മേലോട്ടാ, 4 സെക്കൻഡ് കഴിഞ്ഞ് താഴെ സ്ട്രൈക്ക് ചെയ്തു. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി മേലോട്ട്, ത്രൂ ഔട്ട് ദ മോഷൻ ആക്സലറേഷൻ പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അത് താഴേക്കാണ്.
ഓക്കെ, മേലോട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ ഇപ്പോൾ ഓക്കെ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം നമുക്ക്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ഫ്രം ദ ഇനീഷ്യൽ ടു ദ ഫൈനൽ എന്നാ, ഇറസ്പെക്റ്റീവ് ഓഫ് ദി പാത്ത് ഫോളോഡ്സ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി അൾട്ടിമേറ്റ്ലി ഇവിടെ എത്തും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് താഴേക്കാണ്. നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ട്, ഇനീഷ്യൽ വെലോസിറ്റി മേലോട്ട്, ആക്സലറേഷൻ താഴേക്ക്, ടൈം 4 seconds. എസ് ഈക്വൽ ടു ut + ½ അപ്ലൈ ചെയ്യാൻ പോവുക. അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് താഴേക്ക് ഞാൻ പോസിറ്റീവ് എടുത്തു. അപ്പം മേലോട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റി നെഗറ്റീവ് എടുക്കണം, -4 × 4. ആക്സലറേഷൻ താഴേക്കാണ്, പോസിറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പോൾ അതത്ര വരും? -16 + 80, അതായത് 64 മീറ്റർ എന്ന് വരും. ദാറ്റ് ഈസ് 64 മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ്. It has a speed of 10 meters per second when it has reached 1/2 of its maximum height. How high does the ball rise? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം h/2 ഹൈറ്റിലെത്തി. ഓക്കെ, അതായത് ഇത് h/2. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടുള്ളതും h/2. ഇവിടെ വെലോസിറ്റി 10 ആണ്. ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആവും. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ 10 m/s² എന്ന് എടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മേലോട്ട് പോകുമ്പോൾ ഓരോ സെക്കൻഡിലും 10 m/s വെലോസിറ്റി കുറയും, താഴോട്ട് വരുമ്പോൾ ഓരോ സെക്കൻഡിലും 10 m/s വെലോസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ 10 ആണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ 10 കുറഞ്ഞ് 0 ആവും, ഹയസ്റ്റ് പോയിന്റിലെത്തി. അപ്പോൾ ഈ ഇൻ്റർവെല്ലിലെ മോഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഇനീഷ്യൽ 10 ആണ്, ഫൈനൽ 0 ആണ്, ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2 ആണ്, അതായത് 10 + 0/2. ആവറേജ് വെലോസിറ്റി 5 ആണ്. ടൈം എത്ര ഇവിടുന്ന് അങ്ങോട്ട് എടുത്തത്? ഇവിടുന്ന് അങ്ങോട്ട് 1 സെക്കൻഡ് എടുക്കുക, കാരണം 1 സെക്കൻഡ് കൊണ്ട് 10 കുറയും, 0 ആവും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം 5 മീറ്റർ. അപ്പോൾ നോക്കൂ, ഈ h/2 എന്ന് പറയുന്നത് 5 മീറ്ററാണ്. അപ്പോൾ h എത്രയാണ്? 10 മീറ്റർ. അതാണ് മാക്സിമം ഹൈറ്റ്. അപ്പോൾ h = 10 മീറ്റർ മാക്സിമം ഹൈറ്റ്. ഓക്കെ, ഇനി അടുത്തത്, ഇഫ് എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് with a speed u, the distance covered during the last t seconds of its ascent. Okay, last t seconds of its ascent. Okay, see, suppose the body moves from here to here in the last t seconds, means the velocity here it will be 0. Okay, final velocity will be 0. Then time taken by the body to move from here to here during upward motion, it is t. See, time for upward motion and time for downward motion are equal. So when it goes from here to here, the time required is t. When it comes downwards, the time is again t only. See, we want to find this distance. Okay, it is same as this distance, the distance through which a body falls in time t. Okay, see, we want to find this upward distance. It is same as this downward distance അല്ലേ? ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം നമ്മളോട് ചോദിച്ചേ. അതിന് പകരം നമ്മൾ താഴേക്കുള്ള കണ്ടാലും മതി. ഈ താഴേക്കുള്ള എങ്ങനെ കാണുക? ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി u0, അവിടെ നിന്ന് ഇങ്ങോട്ട് t. അപ്പോൾ ut0 ½gt². അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വീഴുകയാണെങ്കിൽ t സമയം കൊണ്ട് ½ gt². അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് എത്രയാ? ½ gt² വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ മാൻ ത്രോസ് ബോൾസ് വിത്ത് ദ സെയിം സ്പീഡ് വെർട്ടിക്കലി അപ്പ് വൺ ആഫ്റ്റർ ദ അതർ അറ്റ് ആൻ ഇന്റർവൽ ഓഫ് 2 seconds. വാട്ട് ഷുഡ് ബി ദ സ്പീഡ് ഓഫ് ദി ത്രോ സോ ദാറ്റ് മോർ ദാൻ 2 balls ആർ ഇൻ ദ സ്കൈ അറ്റ് എനി ടൈം? ഒരു ബോൾ എറിഞ്ഞ് 2 സെക്കൻഡ് കഴിയുമ്പോൾ സെക്കൻഡ് ബോൾ എറിയും. ഇനി ഒരു 2 സെക്കൻഡ് കൂടെ, അതായത് 4 സെക്കൻഡ് കഴിയുമ്പോൾ തേർഡ് ബോൾ എറിയും. ഓക്കെ, അപ്പോൾ ഈ തേർഡ് ബോൾ എറിയുമ്പോൾ ആദ്യം എറിഞ്ഞ ബോൾ തിരിച്ചെത്തരുത്. അതായത് ഫസ്റ്റ് ബോൾ തിരിച്ചെത്താൻ എടുക്കുന്ന സമയം ഈ തേർഡ് ബോൾ എറിഞ്ഞതിന് ശേഷമായിരിക്കണം. മനസ്സിലല്ലേ? തേർഡ് ബോൾ എറിയുന്നത് എത്രയാ? ആഫ്റ്റർ 4 seconds. അപ്പോൾ ഈ ഫസ്റ്റ് ബോൾ തിരിച്ചു വരാനുള്ള സമയം എന്താവണം? ഈ 4 secondsനേക്കാൾ കൂടുതലാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എറിഞ്ഞ ബോൾ തിരിച്ചു വരാനെടുക്കുന്ന സമയം 2u/g. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4 seconds. ഓക്കെ, അതായത് ഫസ്റ്റ് ബോൾ എറിഞ്ഞ് 2 സെക്കൻഡ് കഴിയുമ്പോൾ സെക്കൻഡ് എറിയും. ഇനി ഒരു 2 സെക്കൻഡ് കൂടെ, 4 സെക്കൻഡ് കഴിയുമ്പോൾ തേർഡ് എറിഞ്ഞു. അപ്പോൾ ഫസ്റ്റും ഉണ്ട്, സെക്കൻഡും ഉണ്ട്, തേർഡും ഉണ്ട്. 4 സെക്കൻഡ് കഴിയുമ്പോൾ. അപ്പോൾ ഈ ഫസ്റ്റ് 4 സെക്കൻഡ് കൊണ്ട് തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ 3 ബോൾ ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ ഈ തിരിച്ചെത്താനുള്ള സമയം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4 സെക്കൻഡ്സ്. അപ്പോൾ ഇവിടെ യു വെലോസിറ്റിയിൽ ഒരു ബോഡി മേലോട്ട് എറിഞ്ഞാൽ അത് തിരിച്ചു വരാനെടുക്കുന്ന സമയം 2u/g ആ. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4. ഓക്കെ, അപ്പോൾ യു ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4g/2. അപ്പോൾ എത്രയാ? യു ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2g. യു ഗ്രേറ്റർ ദാൻ 19.6. അപ്പോൾ മോർ ദാൻ 19.6 മീറ്റർ പെർ സെക്കൻഡ് പറയാം. Okay. Next, a ball is thrown vertically up with a velocity 40 meter per second. Then the velocity of the ball after 2 seconds. മേലോട്ട് പോകുമ്പോൾ ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് കുറയും. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് 20 കുറയും. 40ലാണ് എറിഞ്ഞത്, 2 സെക്കൻഡ് കഴിയുമ്പോൾ 20 കുറഞ്ഞ് ബാക്കി 20 ഉണ്ടാവും. ഓക്കെ, അതാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇക്വേഷൻ യൂസ് ചെയ്യാം, v = u + at. മേലോട്ട് പോകുമ്പോൾ എന്താ ആക്സലറേഷൻ നോക്കൂ, v ഇനീഷ്യൽ വെലോസിറ്റി u മേലോട്ടാണ്, പോസിറ്റീവ് എടുത്തു. അപ്പോൾ താഴോട്ടുള്ള ആക്സലറേഷൻ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ വെലോസിറ്റി v = 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 3 ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് ഓഫ് മാസസ് m1, m2, m3 ആർ അലൗഡ് ടു fall from rest and from the same point O along 3 different frictionless paths. Okay, the speeds of the 3 objects on reaching the ground will be in the ratio. അപ്പോൾ അതിൽ ഇപ്പോൾ ഫസ്റ്റ് ബോഡി നോക്കൂ, ഇവിടെ h ഹൈറ്റ് ചെയ്യുന്ന ഫ്രിക്ഷൻലെസ് ആണ്, അതിൻ്റെ മാസ് m1 വിചാരിച്ചു. അപ്പോൾ ഇവിടെ മേലെ ഇരിക്കുമ്പോൾ h ഹൈറ്റിൽ m1gh, താഴെ എത്തുമ്പോൾ എന്താ കൈനറ്റിക് എനർജി ആയിട്ട് മാറും, ½ m1v². അപ്പോൾ അതിൽ m1 രണ്ട് സൈഡിലുണ്ട്. ഞാൻ m എഴുതിയിട്ടുള്ള m1 കട്ടായി പോകും, v = √2gh വരും. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്നോ, അത് ഇങ്ങനെ വന്നാലും ഒക്കെ ഫ്രിക്ഷൻലെസ് ആയത് കാരണം എന്താ മേലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് താഴെ കൈനറ്റിക് എനർജി ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ 3 കേസിലും താഴെ എത്തുമ്പോഴുള്ള സ്പീഡ് സെയിം ആവും. കാരണം മാസ് ഡിഫറെൻ്റ് ആണെങ്കിലും ഇവിടെയും വരുന്ന മാസ് കട്ടായി പോവും. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് ഇതാ വരിക കേട്ടോ. നെക്സ്റ്റ്, വാട്ടർ ഡ്രോപ്സ് ഫോൾ അറ്റ് റെഗുലർ ഇൻറ്റർവൽസ് ഫ്രം എ ടാപ്പ്, പിന്നെ 5 മീറ്റർ എബവ് ദ ഗ്രൗണ്ട്. ദ തേർഡ് ഡ്രോപ്പ് ഈസ് ലീവിങ് ദ ടാപ്പ് അറ്റ് ആൻ ഇൻസ്റ്റന്റ് വെൻ ദ ഫസ്റ്റ് ഡ്രോപ്പ് റീച്ചസ് ദ ഗ്രൗണ്ട്. ഫസ്റ്റ് ഡ്രോപ്പ് താഴെത്തി. ഇപ്പോൾ ഈ ഡ്രോപ്സ് വീഴുന്ന ഇൻറ്റർവൽ ടോ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ടോ ഫസ്റ്റ് ഡ്രോപ്പ് റിലീസ് ചെയ്ത് ഒരു ടോ കഴിയുമ്പോൾ സെക്കൻഡ് റിലീസ് ചെയ്യും, ഒരു ടോ കഴിയുമ്പോൾ തേർഡ് റിലീസ് ചെയ്യും. മനസ്സിലാവുണ്ടോ? അപ്പോൾ 2 ടോ ആണ് ഫസ്റ്റ് ഡ്രോപ്പ് താഴെ എത്താൻ എടുക്കുന്നത്. കാരണം ഫസ്റ്റ് ഡ്രോപ്പ് താഴെ എത്തുമ്പോഴാണ് തേർഡ് അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഡ്രോപ്പ് താഴെ എത്താൻ എടുക്കുന്ന സമയം 2 ടോ ആണ്, ടോ. ഓക്കെ, വേർ ടോ ഈസ് ദറ്റ് ടൈം ഇൻറ്റർവൽ ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ഡ്രോപ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ആ ഡ്രോപ്പ് താഴെ എത്താനുള്ള സമയം പറഞ്ഞാൽ ഹൈറ്റ് h = g/2t², u0 ആണ്, ut0, ബാക്കി g/2t². അപ്പോൾ അവിടെ നിന്ന് t = 1 സെക്കൻഡ് വരും. എങ്ങനെ കിട്ടും? g 10 ആണ്, 10/2 പറഞ്ഞാൽ 5 × 5 5ഉം 5ഉം കട്ട് ചെയ്താൽ t² = 1. ഓക്കെ, t = 1 സെക്കൻഡ് വരും. അപ്പോൾ 2 ടോ ആണ് 1 സെക്കൻഡ്. അപ്പോൾ ഒരു ടോ എത്രയാ? ½ സെക്കൻഡ്. ഇപ്പം എന്താണെന്നറിയോ, ഫസ്റ്റ് ഡ്രോപ്പ് ഗ്രൗണ്ടിലാണ്. മനസ്സിലല്ലേ? ഫസ്റ്റ് ഡ്രോപ്പ് റിലീസ് ചെയ്ത് അത് താഴെത്താൻ 2 ടോ എടുക്കും. സെക്കൻഡ് ഡ്രോപ്പും താഴെത്താൻ 2 ടോ എടുക്കും. എല്ലാ ഡ്രോപ്പും താഴെത്താൻ 2 ടോ എടുക്കും. ഫസ്റ്റ് ഡ്രോപ്പ് റിലീസ് ചെയ്ത് ഗ്രൗണ്ടിലെത്തി, 2 ടോ സമയം കഴിഞ്ഞു. ഓക്കെ, ഒരു ടോ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഡ്രോപ്പ് റിലീസ് ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പം ഒരു ടോ കൂടെ കഴിഞ്ഞു. അപ്പോൾ എന്താ, തേർഡ് ഡ്രോപ്പ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുക. അതായത് ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഓക്കെ, ഇപ്പോൾ നമുക്ക് എങ്ങനെ പറയാമെന്നറിയോ? ഞാൻ ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ തേർഡ് ഡ്രോപ്പ് ഇപ്പം മേലെ നിന്ന് റിലീസ് ചെയ്യുന്നേ ഉള്ളൂ, തേർഡ് ഡ്രോപ്പ്. ഓക്കെ, ആ സെക്കൻഡ് ഡ്രോപ്പ് ദേ ഇവിടെയുണ്ട്, ഇവിടെ സെക്കൻഡ് ഡ്രോപ്പ് ഉണ്ട്. ഓക്കെ, ആ ഫസ്റ്റ് ഡ്രോപ്പ് ദേ ഇവിടെയുണ്ട്, ഫസ്റ്റ് ഡ്രോപ്പ് റിലീസ് ചെയ്ത് ഒരു ടോ കഴിഞ്ഞപ്പോൾ സെക്കൻഡ്, ഒരു ടോ കഴിഞ്ഞപ്പോൾ തേർഡ്. അപ്പോൾ 2 ടോ കഴിഞ്ഞു ഫസ്റ്റ് ഡ്രോപ്പ് റിലീസ് ചെയ്തിട്ട്. സോ ദിസ് ഫസ്റ്റ് ഡ്രോപ്പ് ഹാസ് ബീൻ ഫോളിങ് ഫ്രോ 2 ടോ. സെക്കൻഡ് ഡ്രോപ്പ് ഹാസ് ബീൻ ഫോളിങ് 4 ടോ. തേർഡ് ഇപ്പോൾ ഇവിടുന്ന് റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. ഈ സെക്കൻഡ് ഡ്രോപ്പ് ഉണ്ടല്ലോ, അത് താഴെ എത്താൻ എത്ര സമയം എടുക്കും? 2 ടോ എടുക്കും. അതിൽ ഒരു ടോ കഴിഞ്ഞു, ഇനി ഒരു ടോ ഉണ്ട്. മനസ്സിലാവുന്നല്ലോ? ഈ സെക്കൻഡ് ഡ്രോപ്പ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. അപ്പോൾ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ടോ ആൻഡ് ടോ വിൽ ബി ഇൻ ദ റേഷ്യോ 1:3. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ടോയിൽ 1 കവർ ചെയ്യും, അടുത്ത ടോയിൽ 3 കവർ ചെയ്യും. അപ്പോൾ ഈ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്സ് 1:3 ആണ്. അതിൽ സെക്കൻഡ് ഡ്രോപ്പ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്, അതായത് ഈ ഒരു പാർട്ട് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആകെയുള്ള ഹൈറ്റിനെ 1 + 3 4 പാർട്ടാക്കുക.
so that each part will be 5/4. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ സെക്കൻഡ് ഡ്രോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എത്രയാ? 3 × 5/4. ഓക്കെ, 3 × 5/4, അതായത് 3/4 × 5. അപ്പോൾ 3 × 5 എത്രയാ? 15/4 പറഞ്ഞാൽ എന്താ? 15 ഒരു പകുതിയാക്കി കഴിഞ്ഞാൽ 7.5, അതിന് വീണ്ടും പകുതിയാക്കി കഴിഞ്ഞാൽ 3.75 വരും. അതായത് ഇതാണ് ആൻസർ. ഓക്കെ, അതിൽ താഴെ എടുക്കുന്ന സമയം 2 ടോ ആണ്. ദാറ്റ് ഈക്വൽ ടു 1 സെക്കൻഡ്. അപ്പോൾ ഒരു ടോ പറഞ്ഞാൽ ½ സെക്കൻഡ്. ഓക്കെ, വെൻ ദ തേർഡ് ഡ്രോപ്പ് ഈസ് റിലീസ്ഡ് ഫ്രം ദ ഷവർ, സെക്കൻഡ് ഡ്രോപ്പ് എന്താ? ടോ സെക്കൻഡ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ടോ സെക്കൻഡ്, അതായത് ½ സെക്കൻഡ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ½ സെക്കൻഡ് കൊണ്ട് ഈ സെക്കൻഡ് ഡ്രോപ്പ് എത്ര വന്നു നോക്കാം. അത് നമുക്ക് എങ്ങനെയാ? h = g/2 ടോ സ്ക്വയർ. അതിൽ g 10 ആണ് /2. ഓക്കെ, പിന്നെ ടോ എത്രയാ? ½ സെക്കൻഡ്. അപ്പോൾ ഇത് 10/8 എന്ന് വരും, 1.25 മീറ്റർ. അപ്പോൾ ഇത് വന്നത് എത്രയാ? 1.25 മീറ്ററാണ്. മൊത്തം ഹൈറ്റ് 5 ആണ്. അതിൽ 1.25 വന്നാൽ ബാക്കി എത്രയുണ്ടാവും? 3.75 ഉണ്ടാവും. അങ്ങനെയും നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം ഇനി അടുത്തത്. എ ബോഡി ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ fall through 40 മീറ്റർ ഡ്യൂറിംഗ് ലാസ്റ്റ് 2 seconds. ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ്. അതിലൊരു ഫ്രീലി ഫോളിംഗ് ബോഡി ഫസ്റ്റ് സെക്കൻഡിൽ കവർ ചെയ്യുന്നത് g/2 ആണ്, അതായത് 5 മീറ്റർ. അടുത്ത സെക്കൻഡിൽ 15, 25, 35, 45 അങ്ങനെ പോവുക. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ബോഡി കോൺസ്റ്റന്റ് ആക്സലറേഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് a/2, നെക്സ്റ്റ് സെക്കൻഡ് 3a/2, 5a/2, 7a/2 അങ്ങനെ പോകും. ഇവിടെ ഫ്രീ ഫോൾ ആണ്, ആക്സലറേഷൻ g ആണ്. അപ്പോൾ g/2, 3g/2, 5g/2 ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ സെക്കൻഡിൽ 5, പിന്നെ 15, പിന്നെ 25. അപ്പോൾ അവർ പറയുന്ന 2 സെക്കൻഡിൽ 40 എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ് ആ 2 സെക്കൻഡിൽ 15 + 25. അപ്പോൾ ഇതാണ് ലാസ്റ്റ് 2 സെക്കൻഡ്സ് പറയുന്നത്. ഇതാ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതോടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ മൊത്തം ഇത്രേ വീഴുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ഫോൾ 3 സെക്കൻഡ്സാണ്. അതിൽ എന്താ? ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ്. അപ്പം ലാസ്റ്റ് 2 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സെക്കൻഡ്സാണ്. അവിടെ കവർ ചെയ്യുന്നതാണ് 40 മീറ്റർ. അപ്പം മൊത്തം ഹൈറ്റ് എത്രയാണ്? 45 മീറ്റർ. അപ്പോൾ ആൻസർ ഇതാണ്. സംഭവം കിട്ടി നമുക്ക്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മൊത്തം ഇത് താഴേക്ക് വരുന്നത്, മൊത്തം താഴോട്ട് വരുന്നത് ഇപ്പോൾ t സെക്കൻഡ്സ് വിചാരിച്ചു. മൊത്തം താഴേക്ക് വരുന്നത് t സെക്കൻഡ്സ്. അപ്പോൾ ഇത് എത്രയാ? g/2 t². മനസ്സിലായില്ലേ? അതിൽ ഈ 40 മീറ്റർ ഉണ്ടല്ലോ, ഈ 40 മീറ്റർ കവർ ചെയ്യുന്നത് അവസാനത്തെ 2 സെക്കൻഡിലാണ്. മൊത്തം t സെക്കൻഡ്സ്. അതിൽ ഇതിന് 2 സെക്കൻഡ്. അപ്പോൾ ഇത് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാ? ഇത് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം t-2 സെക്കൻഡ്സാണ്. ഇവിടുന്ന് ഇവിടം വരെ t സെക്കൻഡ്സ്, ഇവിടുന്ന് ഇവിടം വരെ t-2 സെക്കൻഡ്സ്. അപ്പോൾ ഈ ഇവിടുന്ന് ഇവിടം വരെ ഉള്ള ഡിസ്റ്റൻസ് മൈനസ് t-2 വരുന്ന ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്ത് എന്താ കിട്ടുക? 40 എന്ന് കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് എത്രയാ? g/2 t². ഇവിടുന്ന് ഇവിടം വരെയുള്ളത് എത്രയാ? g/2 t-2 ഹോൾ സ്ക്വയർ. അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 40 കിട്ടും. അത് g/2 കോമൺ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ t² - t/2 ഹോൾ സ്ക്വയർ. t-2 ഹോൾ സ്ക്വയർ. t-2 ഹോൾ സ്ക്വയർ എത്രയാ? t² - 40 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ഓക്കെ, അപ്പോൾ ഇവിടെ t² കട്ടാവും. -40 എത്രയാ? 40. -4 എത്രയാ? 4. ദിസ് ഈസ് ഈക്വൽ ടു 8 വരും. ഓക്കെ, അപ്പോൾ t-1 = 2 വരും. t = 3 സെക്കൻഡ്സ് വരും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ? g/2 3² കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് കിട്ടും. അതായത് ഇപ്പം ഈ കാര്യം നിങ്ങൾ അത്ര ഫെമിലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. റൈറ്റ്. ഇനി അടുത്തത്, വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസസ് മൂവ്ഡ് ബൈ എ ഫ്രീലി ഫോളിംഗ് ബോഡി ഫ്രം റെസ്റ്റ് ഇൻ ദ 4th and 5th സെക്കൻഡ്സ് ഓഫ് ഇറ്റ്സ് ജേണി. നമ്മൾ എന്താ പറയുക, പലതവണ പറഞ്ഞിട്ടുള്ള കേസാണിത്. ഓക്കെ, അതിൽ എന്താ 7:9 വരും കേട്ടോ. 7:9. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. ഇതാണ് ഫോർമുല, ഇക്വേഷൻ. അതിൽ u = 0 ആണ്. അപ്പോൾ s വിത്ത് സഫിക്സ് n പറഞ്ഞു കഴിഞ്ഞാൽ u 0 ആകുമ്പോൾ എന്താ? a/2 × 2n - 1. 4th സെക്കൻഡിൽ 2 × 4 എത്ര? 8 - 1 പറഞ്ഞാൽ 7. പിന്നെ 5th സെക്കൻഡിൽ 2 × 5 എത്രയാണ്? 10 - 1 എന്ന് പറഞ്ഞാൽ 9. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4th and 5th സെക്കൻഡ്സ് ആർ ഇൻ ദ റേഷ്യോ ലൈക്ക് ദിസ്. അപ്പോൾ ഇതുവരെയുള്ള നീറ്റിൻ്റെ ക്വസ്റ്റ്യനിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായില്ല, ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. അതാണ് നമ്മൾ എന്താ പറയുക, ബാക്കിയുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. ഓക്കെ, താങ്ക് യു.